ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ലഞ്ചിന് തലശ്ശേരി ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ അത് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. ഇതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ നന്നായിട്ടൊന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. ഉള്ളിയും ഇതുപോലെ തന്നെ നല്ല ക്രിസ്പിയാക്കി എടുക്കണം. പിന്നെ ഞാൻ കയമരിയാണ് കേട്ടോ എടുത്തത്. അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ മാറ്റി വെക്കണം. പിന്നെ ചിക്കനും കഴുകി എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതുപോലൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്കായ ചതച്ചതും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഈ അരി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇനി ഇതിലേക്ക് ഒഴിക്കാനുള്ള വെള്ളം നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. ഇതിപ്പോൾ ഞാനൊരു 3 നാഴി അരിയാണ് എടുത്തത്. അപ്പോൾ 6 നാഴി വെള്ളം ഞാൻ തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ അരിയൊക്കെ നന്നായിട്ടിങ്ങനെ വേറെ നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളയ്ക്കണം. തിളച്ച് വരുമ്പോൾ സിമ്മിലിട്ടിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. റൈസ് പെട്ടെന്നാവും കേട്ടോ ബിരിയാണിയുടെ. ഇനി നമുക്ക് മസാലയ്ക്കുള്ളതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇതുപോലൊരു ചാറെടുത്തിട്ട് അതിലേക്ക് പുതിന, മല്ലി ഇട്ട് കൊടുക്കാം. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കണം. ഇനി നമുക്കിതുപോലൊരു പാത്രം വെച്ചിട്ട് ഉള്ളിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ 1 സ്പൂൺ നിറയെ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതെല്ലാം ചേർത്ത് വഴറ്റിയിട്ട് നമ്മുടെ ചിക്കനും കൂടി ഇട്ട് കൊടുത്ത് 1 ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് വേവിച്ചിട്ട് നമുക്ക് കറി മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലൊരു പാത്രം എടുത്തിട്ട് താഴെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ചെറുനാരങ്ങ നീരിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആ ഒരു ജ്യൂസ് ഇതിലേക്ക് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. പിന്നെ പുതിന, മല്ലി ഇട്ട് കൊടുക്കണം. നമ്മൾ വറുത്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാം. അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് ചിക്കൻ്റെ മസാലയും ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യാം. ഇതുപോലെ ചെയ്തിട്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ദം ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇന്ന് അങ്ങനെ ചെയ്തിട്ടില്ല. ഇതൊരു തവ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പാത്രം വെച്ച് കൊടുത്ത് സ്റ്റൗ സിമ്മിലിട്ടിട്ട് നമുക്കിത് ദം ചെയ്തെടുക്കാം. ഇനി നമുക്കിതുപോലെ എല്ലാം വെച്ച് സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈസിയാണ് തലശ്ശേരി ദം ബിരിയാണി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്.